ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഉമ്മർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കും കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു വെളിച്ചവും കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ടൊരു കുറച്ച് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴത്തെ രണ്ടുപേരിങ്ങനെ വരുന്നു, രണ്ട് കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ റിയനെ കൊണ്ടുപോകണം കേട്ടോ. ഫുഡ് കഴിച്ചാൽ ഇവിടുത്തെ പട്ടിയാണ്. റിയാനെ കൊണ്ടുപോയിട്ട് വന്നു, പക്ഷെ പാടത്ത് ഫുള്ള് നായ്ക്കളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തൊടിയിക്കാൻ കൊണ്ടുപോയത്. ഇനി കുറച്ചും കൂടി ബാക്കി പണികളുണ്ട്, നമുക്കത് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ നായനെ കൊണ്ടുവന്നിട്ട് വന്നു. അപ്പോൾ ഇനി പിന്നെ അടുക്കളയിൽ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അമ്മ പോകുമ്പോഴേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കവിടെ വൃത്തിയാക്കാൻ മാത്രമേ വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചൊരു തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. നേരത്തെ കഴുകാൻ വിചാരിക്കും, പിന്നെ എല്ലാ പണികളും ഒരുങ്ങിയിട്ട് എല്ലാ പാത്രങ്ങളും ലാസ്റ്റ് ഒന്ന് കഴുകി വയ്ക്കാറ്. അപ്പോഴേക്കും ആ ടൈം ആകുമ്പോഴേക്കും അവിടെ നല്ല വെയിലും വരും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ കുറച്ച് ബോഗൺവില്ല കുത്തിയിടാനുണ്ടായിരുന്നു കേട്ടോ. ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കുത്തിയിടണം വേണ്ടി ചെടികൾ നോക്കാണ്ട്, ചെടി കുത്താനുള്ള സ്പേസ് ഞാൻ നോക്കായിരുന്നു. ഇവിടെ കുറച്ച് കശുവണ്ടിയാണ് ഉള്ളത്. നമ്മുടെ പോത്തുമുട്ടീനെ ഇവിടെ ഉണ്ടോ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പം ഇവന് കണ്ടോ, ഇവ ഇങ്ങനെ ചാടി വരും കുത്തി മറിയാൻ. അപ്പോൾ അവന് കുറച്ച് പുല്ലിട്ട് കൊടുക്കുക. അപ്പോഴേ രാവിലെ ഏട്ടൻ പോകുമ്പോഴേക്കും അവന് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞി വെച്ചപ്പോൾ നമുക്ക് പഴയ പുല്ല് മാറ്റാം, അല്ലെങ്കിൽ അവ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടേ കഴിക്കില്ല. അവന് തൊഴുത്തുനിന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് കിട്ടും, എന്നിട്ട് പിന്നെ വൈകുന്നേരം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെയാണ് പുല്ലിട്ട് കൊടുക്കുക. നല്ല കുറുമ്പനാട്ടോ, നല്ല കുറുമ്പനാണ്, കുത്താൻ വരും. അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബോഗൺവില്ല കുത്തിയിടാണ്ട്. അപ്പോൾ ബോഗൺവില്ല കുത്തിയിടാട്ടോ. അങ്ങനെ ഇടയിലാണ്, അതിലായിരുന്നു, അതിലിപ്പം ഇല്ല. അപ്പോൾ നമ്മൾ ഇതിലാട്ടോ വളർത്തണം. ഇതിലിട്ടിട്ട് രണ്ടാണ് കാണുന്നില്ല ലൈറ്റ് കാരണം. അതാണ് കേട്ടോ, രണ്ടെണ്ണേ ഉള്ളൂ. ആ ഓറഞ്ച് പാലുള്ളതിൻ്റെ ഇപ്പോൾ ഗപ്പികളാണ് കേട്ടോ. ആ ഓറഞ്ച് പാലുള്ളതിൻ്റെ അപ്പം വേറെ ഒന്നിനെ കൊടുന്നതാണ്, പക്ഷെ അത് ചത്തു കിട്ടാം. മറ്റേത് നമ്മളുടെ ഇടയിൽ ആദ്യം ഉണ്ടായിരുന്നില്ലേ ആ മീനിൻ്റെ ഇതാണ്. ഈ ചെടി നല്ല ഇങ്ങനെ വീണ് കിടക്കണം, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ഭംഗിയില്ല അത് കാണാൻ. ഇതിന് ചിലവിടെ കാക്കപ്പൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് തന്നെയാണ് തോന്നണം. പിന്നെ ഈ ചെടി പറഞ്ഞിട്ട് കൂട്ടിലുണ്ട് കേട്ടോ. ഇതാണ് റിയ. കേട്ടോ, റിയ രാവിലെ ഇല്ലെങ്കിൽ അവൾ നല്ല ഉറക്കാവേ. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇവള് രാവിലെ എപ്പോഴും ഉറക്കാവും കേട്ടോ. പിന്നെ നമ്മളടുത്ത് പോയി നിന്നാൽ അവൾ മെയിൻ്റ് ആക്കില്ല, പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നെങ്കിൽ പെട്ടെന്ന് അവൾ അറിയും. അങ്ങനെ കേട്ടോ. പിന്നെ പോയി ബെഡൊക്കെ മടക്കി വയ്ക്കാണ്ടായിരുന്നു. ബെഡും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു, ബെഡ്ഷീറ്റ് വിരിച്ചു. നേരെ എന്നിട്ട് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി വെള്ളം പിടിച്ചു. വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പൈപ്പിൽ. അപ്പോൾ തിരുമ്പിടാൻ വേണ്ടിയിട്ട് വേഗം 2 ബക്കറ്റ് വെള്ളം പിടിച്ച് വെച്ചു. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച്, പിന്നെ ചെടികൾ കുത്തിയിടാണ്ടല്ലോ, അപ്പോൾ ചെടി നനയ്ക്കണമായിരുന്നു. അപ്പോൾ ചെടി നനയ്ക്കാൻ വേഗം കൊണ്ടുപോയി. എന്നിട്ട് അവിടെയുള്ള ചെടികളൊക്കെ നനച്ചു കൊടുത്തു കേട്ടോ. ഞാൻ 2 നേരം ചെടി നനയ്ക്കും കേട്ടോ. എനിക്ക് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളമുള്ള പോലെ ഞാൻ 2 നേരം നനച്ചു കൊടുക്കലുണ്ട്. ആദ്യം രാവിലെ ഞാൻ ഈ വെള്ളം നിറയ്ക്കുന്ന ടൈമിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചെടി നനച്ചു കൊടുക്കും. പിന്നെ ബാക്കി ചെടികൾ കുത്തിയിടാണ്ടായിരുന്നു. അപ്പോഴല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് വെട്ടിയിട്ടൊന്ന് ശരിയാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിലാട്ടോ കുത്തി കൊടുത്തത്. ഇനിയിപ്പോൾ അത് പിടിക്കുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി പോയി കുളിക്കണം. അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, തുണികളൊക്കെ എടുത്തിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരിക്കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ആണെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം കേട്ടോ. വിശക്കുന്നുണ്ട്, അപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കുറച്ച് ഉച്ചയൊക്കെ ആയല്ലോ, അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഉമ്മർത്തിന്ന് കുറച്ച് നേരം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ടി വി കാണാമെന്ന് വിചാരിച്ചു. ടി വി കാണാനാണെങ്കിലോ ടി വിയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രോഡാഡി ഉണ്ടായിരുന്നു, കുറച്ച് നേരം അത് കണ്ടു കേട്ടോ. അന്നൊരു സിനിമയില്ല. അല്ലെങ്കിലും നമ്മൾ ടി വി കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തൊന്നും ടി വിയിലധികം നല്ല സിനിമകളൊന്നും വരില്ല. അല്ലാത്ത ടൈമൊക്കെ നല്ല നല്ല സിനിമകളാണ്. ഒരു ചാനലിൽ തന്നെ
ഒരു സിനിമ ഉണ്ടായാൽ മതി കൊണ്ട് നമ്മളിരിക്കും. പക്ഷെ അത് 2-3 ചാനലിൽ നല്ല പടങ്ങളാവും. പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല, എല്ലാം കൂടി കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാട്ടോ സിനിമ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായ വെച്ചു കേട്ടോ. ചായ വെച്ച് കുടിച്ചു. ചായ വെച്ച് പിന്നെ ചായ എടുത്ത് ഉമ്മർത്ത് പോയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മാഗി ഉണ്ടാക്കിയതായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ചായ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാഗി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വേഗം ഒന്ന് മുറ്റടിച്ച് വരും കേട്ടോ. പിന്നെയാണ് ഏട്ടന് കൊണ്ടുകൊടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ പോലും. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറച്ച് പകുതിയാക്കി വെച്ചൊക്കെയായിരുന്നു ഞാൻ മുറ്റടിച്ചിട്ട്. അപ്പോഴേക്കും ഏട്ടൻ വന്നത്. പിന്നെ മാഗി ഉണ്ടാക്കി ഏട്ടന് കൊണ്ടുകൊടുത്തു. ഏട്ടൻ അത് കഴിച്ചു. പിന്നെ പാടത്തേക്ക് പോയി കേട്ടോ. പാടത്ത് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പാടിപ്പോൾ ഈ ടൈം ആകുമ്പോൾ പോയിണ കാരണം കുട്ടികൾക്ക് സുഖമാണ് കേട്ടോ ഇവിടെ കളിക്കാൻ. പാടത്ത് വെച്ചിട്ടായിരുന്നല്ലോ നമ്മുടെ അയ്യപ്പമാൾക്ക്. അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ പോയി നിന്ന് നമ്മുടെ പോത്തുംകുട്ടീനെ പാടത്തുകൊണ്ട് കെട്ടിയായിരുന്നു കേട്ടോ ഏട്ടൻ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഏട്ടൻ അവിടെ കുട്ടികൾ കളിക്കുന്ന അവിടെ പോയി നിന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മേലൊക്കെ കഴുകി ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് കേട്ടോ.